വാർത്തയിലേക്ക്. സർക്കാർ ജീവനക്കാരിൽ ഒരു വിഭാഗത്തിന് ആദ്യ പ്രവൃത്തി ദിവസം ശമ്പളം ലഭിച്ചില്ല. ETSPയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണം തടസ്സപ്പെട്ടതാണ് കാരണം. സാങ്കേതിക പ്രശ്നമാണെന്നും ഉടൻ പരിഹരിക്കുമെന്നും ട്രഷറി ഡയറക്ടറേറ്റ് അറിയിച്ചു. ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. വിശദാംശങ്ങൾ KR സാജു നൽകും. സാജു, വിശദാംശങ്ങൾ എന്തൊക്കെ? അനീഷ, സർക്കാർ ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗത്തിനാണ് ആദ്യ പ്രവൃത്തി ദിവസമായിട്ടും ശമ്പളം ലഭിക്കാതെ പോയത്. ട്രഷറിയിൽ നിന്നും സാധാരണ ശമ്പള ബില്ല് പാസാക്കിയാൽ അത് ETSP അക്കൗണ്ടിലേക്കാണ് പണം ആദ്യം. അവിടെ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും. ETSPയിലേക്ക് പണം എത്താനെടുത്ത സാങ്കേതിക തടസ്സമാണ് ശമ്പള വിതരണം വൈകിയതിന് കാരണമെന്നാണ് ട്രഷറി ഡയറക്ടറേറ്റിന്റെ വിശദീകരണം. നാളെയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കുമെന്നും ട്രഷറി ഡയറക്ടർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ വിതരണത്തെയും ഇതേ കാര്യം തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ശമ്പള വിതരണം വൈകുന്നതിലേക്ക് നയിച്ചതെന്ന് കുറ്റപ്പെടുത്തി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലെത്തി. നമുക്കറിയാം, 4000 കോടി രൂപ ഇന്നലെ കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നു. എന്നിട്ടും ഇത് നടക്കാതെ വന്നതോടുകൂടിയാണ് പ്രതിഷേധവുമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ TSP അക്കൗണ്ട് ഉള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രമാണ് ശമ്പളവും പെൻഷനും ഇന്ന് ലഭിച്ചിരിക്കുന്നത്. മറ്റ് ഭൂരിഭാഗം പേർക്കും ആദ്യ പ്രവൃത്തി ദിവസം തന്നെ ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്നവരിൽ പലർക്കും ലഭിച്ചില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ് കാരണമെന്നാണ് ട്രഷറി ഡയറക്ടറേറ്റ് വിശദീകരിക്കുന്നതെങ്കിലും ജീവനക്കാരിൽ ഒരു വിഭാഗത്തിനിടയിൽ വലിയ ആശങ്കയ്ക്ക് ഇത് ഇടയാക്കി. സാജു, അതോടൊപ്പം തന്നെ ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും എത്ര സമയമെടുക്കും ഈ ഒരു തകരാർ പരിഹരിക്കാൻ? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? നമ്മൾ ട്രഷറി ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ വിവരം നമുക്ക് ഉച്ച മുതൽ തന്നെ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നതാണ്. പല ഘട്ടങ്ങളായി ബന്ധപ്പെട്ടിരുന്നു. വൈകുന്നേരത്തേക്ക് പരിഹരിക്കുമെന്നാണ് ആദ്യം അറിയിച്ചത്. എന്നാൽ അത് പരിഹരിക്കാൻ കഴിയാതെ പോവുകയും ഭൂരിഭാഗം ജീവനക്കാർക്കും ശമ്പളം വൈകുന്ന സ്ഥിതി വന്ന പശ്ചാത്തലത്തിൽ വീണ്ടും നമ്മൾ ട്രഷറി ഡയറക്ടറേറ്റിനെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴും നമുക്ക് ലഭിച്ച മറുപടി നാളെയോടുകൂടി പ്രശ്നം പരിഹരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് പരിമിതമായ എണ്ണം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം പേർക്കും TSP അക്കൗണ്ട് വഴി ബാങ്ക് വഴിയാണ് പോകേണ്ടത്. അതിനാൽ തന്നെ ഇവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എന്നാൽ സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് സർക്കാർ ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും ഒക്കെ മുടങ്ങിയത് ധനകാര്യ മാനേജ്മെന്റിന്റെ ദുരന്ത ഫലമാണ് എന്നവർ കുറ്റപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ദൂർത്തിനും ആഡംബരത്തിനുമൊക്കെ പണമുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പള സമയത്ത് കൊടുക്കുന്നതിൽ വിവേചനം കാണിച്ചു എന്ന് അടക്കമുള്ള പരാതികളാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. കേരള ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷനും കേരള ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷനും കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് ഓർഗനൈസേഷനും ഒക്കെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അനീഷ, സാജു, ഇത്തരത്തിൽ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രകടമായ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് ആദ്യ ദിനമാണ്. സ്വാഭാവികമായും അതൊരു പ്രതിഷേധങ്ങൾ വാർത്താക്കുറിപ്പിലൂടെയും മറ്റുമാണ് വരുന്നത്. നാളെയോടുകൂടി ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും അവർ പ്രത്യക്ഷമായ ചില പ്രതിഷേധങ്ങളുമൊക്കെയായി എത്താനുള്ള സാധ്യതയുള്ളത്. ഏതായാലും പണം ഇല്ലാത്തതല്ല പ്രശ്നം എന്ന് ട്രഷറി ഡയറക്ടറേറ്റ് വിശദീകരിക്കുന്നുണ്ട്. അവർ പ്രധാനമായും പറയുന്ന കാര്യം ഈ സാങ്കേതിക പ്രശ്നങ്ങളാണ്. ഈ സാങ്കേതികമായ ആപ്ലിക്കേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. അത് നാളെയോടുകൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പേർക്കും ഒന്നാമത്തെ പ്രവൃത്തി ദിവസം ശമ്പളം സാധാരണഗതിയിൽ നൽകുന്ന മുഴുവൻ പേർക്കും ആ ശമ്പളം വിതരണം നാളെയോടുകൂടി ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയും ട്രഷറി ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ജീവനക്കാർക്കിടയിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് സ്വാഭാവികമായും ശമ്പളം എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരുന്ന ദിവസത്തിൽ വൈകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളുണ്ട്. അത് സ്വാഭാവികമായും രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പ്രതിപക്ഷ സംഘടനകളെ വാർത്താക്കുറിപ്പും മറ്റുമായി ഒരു പ്രതിഷേധവുമായി രംഗത്തെത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അനീഷ, ശരി, KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.